നമസ്കാരം, എല്ലാവർക്കും ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. അഖിലേന്ത്യാ തലത്തിൽ MD, MS, ഡിപ്ലോമ, MDS, PG, DNB പ്രവേശനത്തിന് നീറ്റ് PG അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് നവംബർ 17 വരെ. മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി താഴെ പറയുന്ന സീറ്റുകളിലേക്ക് സെലക്ഷൻ നടത്തും. mcc.nic.in PG മെഡിക്കൽ കൗൺസിലിംഗ് ആണ് വെബ്സൈറ്റ്. 50% അഖിലേന്ത്യാ കോട്ട ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി 50% സീറ്റ്. ഡൽഹി സർവകലാശാല, കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, വർത്തമാൻ മഹാവീർ മെഡിക്കൽ കോളേജ് ന്യൂഡൽഹി, വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി, EASI ഹോസ്പിറ്റൽ, ബസായ് ധാരാപൂർ ഡൽഹി 50% അഖിലേന്ത്യാ കോട്ടയുണ്ട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി, ലോകപ്രിയ ഗോപിത റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് തെസ്പൂർ 100% സീറ്റുണ്ട്. കൽപ്പിത സർവകലാശാല 100% സീറ്റ്. AFMS ആം ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് പ്രവേശനത്തിന് അപേക്ഷകരെ 5 മുൻഗണനാ വിഭാഗക്കാരായി തിരിച്ചിട്ടുണ്ട്. എല്ലാവരും MCC വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷേ 3, 4, 5 വിഭാഗക്കാരുടെ കൗൺസിലിംഗ് മാത്രമാണ് MCC നിർവഹിക്കുക. വിശദാംശങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ്റെ 6ാം അനുബന്ധത്തിലും www.afmcdg1d.gov.in എന്ന വെബ്സൈറ്റിലുമുണ്ട്. ഏതെല്ലാം സ്ഥാപനങ്ങളിൽ എത്ര സീറ്റുകൾ വീതം കൗൺസിലിംഗിൽ ഉണ്ടെന്ന് കാട്ടുന്ന സീറ്റ് മെട്രിക്സ് വെബ്സൈറ്റിലെ കറണ്ട് ഇവൻറ്റ്സ് ലിങ്കിലുണ്ട്. പക്ഷേ വിവിധ കേന്ദ്രങ്ങളിലെ എയിംസ്, തിരുവനന്തപുരം ശ്രീചിത്ര, പുതുച്ചേരി ജിപ്മർ, ചണ്ഡീഗഡ് PGIM, ER, ബാംഗ്ലൂർ നിംഹാൻസ് എന്നിവയിലെ പ്രോഗ്രാമുകൾ ഈ കൗൺസിലിംഗിൽ വരില്ല. INI, CET എന്നീ ദേശീയ പരീക്ഷകളിലൂടെയാണ് അവയിലെ സെലക്ഷൻ നടത്തുന്നത്. സംസ്ഥാന കൗൺസിലിംഗ് 1ാം റൗണ്ട് നടപടികൾ നവംബർ 18 മുതൽ 27 വരെ. കോളേജിൽ ചേരുന്നത് ഡിസംബർ 4 വരെ. 2ാം റൗണ്ട് നടപടികൾ ഡിസംബർ 12 മുതൽ 23 വരെ. കോളേജിൽ ചേരുന്നത് ഡിസംബർ 28 വരെ. 3ാം റൗണ്ട് നടപടികൾ ജനുവരി 7 മുതൽ 13 വരെ. കോളേജിൽ ചേരുന്നത് ജനുവരി 18 വരെ. സ്ട്രേ വേക്കൻസി റൗണ്ട് നടപടികൾ ജനുവരി 25 മുതൽ 30 വരെ. കോളേജിൽ ചേരുന്നത് ഫെബ്രുവരി 5 വരെ. ക്ലാസ് ഡിസംബർ 20 തുടങ്ങും. കൗൺസിലിംഗ് വ്യവസ്ഥകൾ: ഒരു കോഴ്സും ഒരു സ്ഥാപനവും ചേർന്നാണ് ഒരു ചോയ്സ്. ഇഷ്ടമുള്ള മുൻഗണനാ ക്രമത്തിൽ എത്ര ചോയ്സുകളും നൽകാം. കോഴ്സുകൾ ഇടകലർത്തിയും നൽകാം. സൈറ്റിലെ ആർച്ചീവ്സ് ലിങ്കിലൂടെ മുൻവർഷങ്ങളിൽ കൗൺസിലിംഗ് വിവരങ്ങൾ അറിയാം. കൽപ്പിത സർവകലാശാലകളിലെ ഫീസ് നിരക്കുകൾ ഉയർന്നതായിരിക്കും. കൃത്യവിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ചോയ്സുകൾ തീരുമാനിക്കുക. 2ാം റൗണ്ടിലോ തുടർ റൗണ്ടിലോ സീറ്റ് കിട്ടിയവർ കോളേജിൽ ചേർന്നില്ലെങ്കിൽ സെക്യൂരിറ്റി തുക നഷ്ടമാകും. കൽപ്പിത സർവകലാശാല ഇതിൽ 2 ലക്ഷമാണ്. അപ്പോൾ ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. നീറ്റ് PG അപേക്ഷയ്ക്ക് നൽകിയ മൊബൈൽ നമ്പരും ഇമെയിൽ ID തന്നെ ഉപയോഗിക്കുക. OTPയും മറ്റും ഇവയിലേത് മാത്രം. OTPയും മറ്റും ഇവയിലേക്ക് മാത്രമായിരിക്കും വരുന്നത്. 1, 2, 3 സ്ട്രേ വേക്കൻസി എന്നിങ്ങനെ 4 റൗണ്ട് കൗൺസിലിംഗുണ്ട്. 1ാം റൗണ്ടിൽ നിന്നും 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും അപ്ഗ്രഡേഷൻ നടത്താം. ഭിന്നശേഷിക്കാർ ചോയ്സ് ഫില്ലിങ്ങിന് മുമ്പ് അംഗീകൃത കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈൻ രീതിയിൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ വാങ്ങണം. ലോക്ക് ചെയ്യും വരെ എത്ര തവണ വേണമെങ്കിലും ചോയ്സുകൾ മാറ്റാം. പക്ഷേ ഒരിക്കൽ ലോക്ക് ചെയ്താൽ അത് അഴിക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി ലോക്ക് ചെയ്തില്ലെങ്കിൽ നിർദ്ദിഷ്ട സമയത്ത് ചോയ്സുകൾ സ്വയം ലോക്കഡ് ആകും. നൽകിയ ചോയ്സുകളുടെ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം ലോക്ക് ചെയ്യണം. 1ാം റൗണ്ട് രജിസ്ട്രേഷൻ, പണമടയ്ക്കൽ, ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും എന്നിവയാണ് ആദ്യ നടപടി. തിരിച്ചു കിട്ടാതെ രജിസ്ട്രേഷൻ ഫീയും തിരിച്ചു കിട്ടാവുന്ന സെക്യൂരിറ്റി ഡിപ്പോസിറ്റുമാണ് അടയ്ക്കുന്നത്. റിസൾട്ട് വന്ന് 1ാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അസൽ രേഖകളുമായി കോളേജിൽ ഹാജരാകണം. ആദ്യ റൗണ്ടിൽ കോളേജിൽ ചേർന്നിട്ട് 2ാം റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആദ്യ റൗണ്ടിലെ സീറ്റ് ഉറപ്പിക്കാം. 2ാം റൗണ്ടിലേക്ക് പരിഗണിക്കില്ല. 1ാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിലും കോളേജിൽ ചേരാത്തവർക്ക് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നഷ്ടപ്പെടാതെ തന്നെ വിട്ടുപോരാൻ പറ്റും. അതിന് ഫ്രീ എക്സിറ്റ് എന്നാണ് പറയുന്നത്. ഇവർക്ക് വേണമെങ്കിൽ 2ാം റൗണ്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി 2ാം റൗണ്ട്
ഒന്നാം റൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് പുതിയ രജിസ്ട്രേഷൻ കൂടാതെ രണ്ടാം റൗണ്ടിൽ പങ്കെടുക്കാം. ഒന്നാം റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രണ്ടാം റൗണ്ടിൽ പുതിയ വിദ്യാർത്ഥിയായി മുഴുവൻ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്ത് ചോയ്സ് ഫില്ലിംഗ് നടത്താം. രണ്ടാം റൗണ്ടിൽ പുതിയ ചോയ്സുകൾ സമർപ്പിക്കാത്തവരെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല. പക്ഷേ ഒന്നാം റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കും. രണ്ടാം റൗണ്ടിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അസൽ രേഖകളുമായി കോളേജിൽ ചേരാം. പക്ഷേ ഇങ്ങനെ ചേരുന്നതിന് മുൻപ് ഒന്നാം റൗണ്ടിലെ സീറ്റിൽ നിന്ന് റിലീവിംഗ് ലെറ്റർ ഓഫ്ലൈനായി വാങ്ങണം. ഒരേ കോളേജിൽ കാറ്റഗറി മാറി രണ്ടാം റൗണ്ടിൽ ചേരാനാണെങ്കിലും റിലീവിംഗ് ലെറ്റർ വേണം. രണ്ടാം റൗണ്ടിലെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മൂന്നാം റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇതിന് വിദ്യാർത്ഥി കോളേജിൽ നേരിട്ട് ഹാജരാകണം. രണ്ടാം റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പിന്നെ ഒന്നാം റൗണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടില്ല. ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ട് രജിസ്റ്റർ ചെയ്തിരുന്നിട്ടും സീറ്റ് കിട്ടാത്തവർ മൂന്നാം റൗണ്ടിലേക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ട. പക്ഷേ പുതിയ ചോയ്സുകൾ നൽകണം. രണ്ടാം റൗണ്ടിലെ ചോയ്സുകൾ സ്വയം റദ്ദാക്കിയിരിക്കും. ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ടിലോ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് മൂന്നാം റൗണ്ടിൽ പുതിയ വിദ്യാർത്ഥിയായി രജിസ്റ്റർ ചെയ്ത് പണമടച്ച് ചോയ്സ് ഫില്ലിംഗ് നടത്താം. ഒന്നാം റൗണ്ടിലോ രണ്ടാം റൗണ്ടിലോ റിസൈൻ ചെയ്യുകയോ കോളേജിൽ ഹാജരാകാതിരിക്കുകയോ ചെയ്തവർക്ക് മൂന്നാം റൗണ്ടിലേക്ക് മുഴുവൻ ഫീസ് അടച്ച് പുതിയ ചോയ്സ് ഫില്ലിംഗ് നടത്താം. അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ കോളേജിൽ ഹാജരാകണം. മൂന്നാം റൗണ്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത അലോട്ട്മെൻറ്റ് കിട്ടിയ രണ്ടാം റൗണ്ടിലെ സീറ്റിൽ നിന്ന് റിലീഫ് വാങ്ങി മൂന്നാം റൗണ്ടിൽ സീറ്റിൽ ചേരണം. ഈ ഘട്ടത്തിൽ രണ്ടാം റൗണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടില്ല. മൂന്നാം റൗണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ചേരാൻ താല്പര്യമില്ലാത്തവർക്ക് സെക്യൂരിറ്റി തുക നഷ്ടപ്പെടുത്തി വിട്ടുപോരാം. പക്ഷേ തുടർന്നുള്ള റൗണ്ടിൽ പങ്കെടുക്കാൻ കഴിയില്ല. മൂന്നാം റൗണ്ടിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്തിട്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തുടർ റൗണ്ടുകളിൽ പങ്കെടുക്കാം. സ്റ്റേ വേക്കൻസി റൗണ്ട്. ഇതിൽ താല്പര്യമുള്ളവർ പുതിയ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടത്തണം. മൂന്നാം റൗണ്ട് കഴിഞ്ഞ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പ്രവേശനാധികാരികളെയും അറിയിക്കും. എവിടെയെങ്കിലും സീറ്റ് കിട്ടിയവരെ സ്റ്റേയിൽ പങ്കെടുപ്പിക്കില്ല. മൂന്നാം റൗണ്ട് കഴിഞ്ഞുള്ള ഓൾ ഇന്ത്യ കോട്ട ഒഴിവിലേക്കും കൽപ്പിത സർവകലാശാലയിലെ ഒഴിവുകളിലേക്കും സ്റ്റേ റൗണ്ടിൽ MCC ഓൺലൈനായി കൗൺസിലിംഗ് നടത്തും. സ്റ്റേയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിർബന്ധമായും കോളേജിൽ ചേരണം. അല്ലാത്ത പക്ഷം ഫീസ് കണ്ടുകിട്ടും. അടുത്ത വർഷത്തെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളേജിൽ ചേരാൻ ഹാജരാക്കേണ്ട രേഖകളുടെ ലിസ്റ്റ് ബുള്ളറ്റിനിലെ 38 മുതൽ 40 വരെയുള്ള 42, 43 പുറങ്ങളിലുണ്ട്. എങ്കിലും ചേരാൻ പോകുന്ന കോളേജിൻ്റെ വെബ്സൈറ്റിലൂടെയോ നേരിട്ട് ബന്ധപ്പെട്ടോ അധിക രേഖകൾ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. രജിസ്ട്രേഷൻ സമർപ്പിക്കുന്ന പേരിലോ അക്കത്തിലോ അപേക്ഷയിൽ നൽകിയതിൽ നിന്നും സ്പെല്ലിംഗ് അടക്കം നേരിയ വ്യത്യാസം പോലും പാടില്ല. ഓൾ ഇന്ത്യ കോട്ട, കൽപ്പിത കേന്ദ്ര സർവകലാശാല എന്നിവയിലെ മൂന്നാം റൗണ്ടിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നത് കരുതലോടെ വേണം. അതിൽ നിന്ന് വിട്ടുചേരാനോ അതിനുശേഷം ഇന്ത്യയിൽ ഏതെങ്കിലും മെഡിക്കൽ PG കൗൺസിലിങ്ങിൽ പങ്കെടുക്കുവാനോ കഴിയില്ല. വിവരങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൈമാറും. ഹെൽപ്പ് ഡെസ്ക് ഫോൺ 0120 4073 500 1800 102 7637. കോൾ സെൻറ്റർ mcc@lifecarehil.com. എത്ര രൂപ ഫീസാവും, അതെങ്ങനെ അടയ്ക്കണം എന്ന് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കോട്ടയിൽ ജനറൽ സാമ്പത്തിക പിന്നോക്ക 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. പട്ടിക പിന്നോക്ക ഭിന്നശേഷിക്കാർ 500 രൂപ. സെക്യൂരിറ്റി തുക വരുന്നത് ജനറൽ സാമ്പത്തികം പിന്നോക്ക വിഭാഗം 25,000 രൂപ. പട്ടിക പിന്നോക്ക ഭിന്നശേഷി പ്രസക്ത ജെയിൻ മുസ്ലിം വിഭാഗം 10,000 രൂപ. കൽപ്പിത സർവകലാശാലയിൽ 5,000 രൂപ ജനറൽ സാമ്പത്തികം പിന്നോക്ക വിഭാഗക്കാർ അടയ്ക്കണം. പട്ടിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർ 5,000 രൂപ അടയ്ക്കണം. സെക്യൂരിറ്റി തുക ജനറൽ സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർ 2 ലക്ഷം രൂപയും പട്ടിക പിന്നോക്ക ഭിന്നശേഷി പ്രസക്ത ജെയിൻ ഓർ മുസ്ലിം വിഭാഗക്കാർ 2 ലക്ഷം രൂപയും. രണ്ട് വിഭാഗങ്ങൾക്കും ശ്രമിക്കുന്നവരും കൽപ്പിത സർവകലാശാലയ്ക്കുമുള്ള തുകയടച്ചാൽ മതി. ഇനി നമുക്ക് ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ സമയക്രമങ്ങൾ നോക്കാം. റൗണ്ട് 1 രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൽ നവംബർ 17-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയും പണമടയ്ക്കൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയും. ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് നവംബർ 8 മുതൽ 17 രാത്രി 11:55 വരെയും ലോക്കിംഗ് 17 ഉച്ച കഴിഞ്ഞ് 4 മുതൽ രാത്രി 11:55 വരെയും. പ്രോസസ്സിംഗ് ആൻഡ് അലോട്ട്മെൻറ്റ് നവംബർ 18, 19 തീയതികളിൽ. റിസൾട്ട് വരുന്നത് നവംബർ 20-ാം തീയതി.
കോളേജ് റിപ്പോർട്ടിംഗ് നവംബർ 21 മുതൽ 27 വരെയും. രണ്ടാമത് ഡിസംബർ 4 മുതൽ 9 വരെയും ഡിസംബർ 5 മുതൽ 9 വരെയും. രണ്ടാം റൗണ്ട് വരുന്നത് ഡിസംബർ 4 തീയതി മുതൽ 9 തീയതി വരെയും. രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൽ സമയം, ചോയ്സ് ഫില്ലിംഗ് ലോക്കിംഗ് സമയം ഡിസംബർ 5 മുതൽ 9 വരെയും. പ്രോസസ്സിംഗ് ആൻഡ് അലോട്ട്മെന്റ് വരുന്നത് ഡിസംബർ 10, 11 തീയതികളിൽ. റിസൾട്ട് വരുന്നത് ഡിസംബർ 12 തീയതി. കോളേജ് റിപ്പോർട്ടിംഗ് ഡിസംബർ 13 തീയതി മുതൽ 20 തീയതി വരെയാണ്. റൗണ്ട് 3 ഡിസംബർ 26 തീയതി മുതൽ ജനുവരി 1 വരെയാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൽ സമയം. ചോയ്സിംഗ് ഫില്ലിംഗ് ലോക്കിംഗ് സമയം ഡിസംബർ 27 മുതൽ ജനുവരി 1 വരെയാണ്. പ്രോസസ്സിംഗ് ആൻഡ് അലോട്ട്മെന്റ് വരുന്നത് ജനുവരി 2, 3 തീയതികളിൽ. റിസൾട്ട് വരുന്നത് ജനുവരി 4 തീയതി. കോളേജ് റിപ്പോർട്ടിംഗ് ജനുവരി 6 മുതൽ 13 വരെയും. റൗണ്ട് 4 സ്ട്രേയിൽ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കൽ ജനുവരി 18 മുതൽ 21 വരെയും. ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് വരുന്നത് ജനുവരി 18 മുതൽ 21 വരെയും. പ്രോസസ്സിംഗ് അലോട്ട്മെന്റ് ജനുവരി 22, 23 തീയതികളിലും. റിസൾട്ട് വരുന്നത് ജനുവരി 24 തീയതി. കോളേജ് റിപ്പോർട്ടിംഗ് ജനുവരി 25 മുതൽ 30 വരെയുമാണ്. ശനി, ഞായർ പൊതു അവധി ദിവസങ്ങളിൽ കൗൺസിലിംഗ് പ്രവേശന നടപടികൾ മുറ പോലെ നടക്കും. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതെല്ലാവർക്കും സഹായകമാകട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.